ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 300 മീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന 6 സെന്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ചെറിയ വിലയിൽ ലഭിക്കാവുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 10 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. വീടിന്റെ മുന്നിലായി നമുക്ക് കാണാം 5 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 6 സെന്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. 2 ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ചെറിയൊരു ഗേറ്റ് ഫോൾഡിംഗ് തുറക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കയറി വരുന്നത് വിശാലമായൊരു മുറ്റത്തേക്കാണ്. 4-5 വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മുറ്റം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ഈ ഒരു മുറ്റത്തിന്റെ നിർമ്മാണം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വില്ല പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ കോമൺ കിണറാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വാങ്ങിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു വീടിന്റെ അകത്ത് തന്നെ മറ്റൊരു കിണർ താത്താവുന്ന ഒരു പ്രൊവിഷനും കൂടിയുണ്ട്. സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. വിശാലമായ ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ ഡയറക്ഷൻ വരുന്നത്. ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് ഇനി നമുക്ക് വീടിന്റെ അകത്തേക്കാണ് പ്രവേശിക്കേണ്ടത്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന തേക്കിന്റെ ഡോറാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. കയറി വരുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ലിവിംഗ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഈ ഭാഗത്താണ് ഡൈനിങ് ഹാൾ വരിക. വിശാലമായ ഒരു ഹോള് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമേറിയ ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. അത് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. ലിവിംഗ് ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിൽ ഇരുന്ന് നമുക്ക് TV കാണാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. അവിടെ വിശാലമായ ഒരു വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് കൂടാതെ അഡീഷണൽ ആയിട്ട് പുകയില്ലാത്ത അടപ്പോട് കൂടി വരുന്ന ഒരു ഏരിയ നമുക്ക് കാണാം. അവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പുറത്തായി മറ്റൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് ഈ മുറ്റത്തിൽ ലഭിക്കുന്നുണ്ട്. 6 സെന്റ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് എല്ലാ ഏരിയയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. 2 ഭിത്തിയിലും വിൻഡോ നമുക്ക് കാണാൻ കഴിയും. പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള വിൻഡോകളാണ്. ഇതിൻ്റെ കബോർഡ് വർക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ആ ഒരു കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം വരിക. വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ ലഭ്യമാണ്. മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. 125 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെ കാണാൻ കഴിയുക. 4 ബെഡ്റൂമിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത എല്ലാ രീതിയിലുള്ള വീടുകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഈ ബെഡ്റൂമിനും ലഭ്യമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു വരാം. സ്റ്റെയർ കേസിന് താഴെയായി വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയായി സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കും ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസും കാണാം. ഹാൻഡ്രിലിനായി ടഫൻ ഗ്ലാസും സ്റ്റീലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. ഇനി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
സ്റ്റെപ്പ് കയറി വരുന്നത് എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ്. സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിൽ 3 പാളിയുടെ വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുകളിലെ നിലയിലും താഴെ കണ്ട ബെഡ്റൂമുകളുടെ അതേ വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകൾ തന്നെയാണ് മുകളിലെ നിലയിലും കാണാൻ കഴിയുക. 140 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭ്യമാവുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നല്ല ഐവറി കളറിൽ വരുന്ന കബോർഡ് വർക്കെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ബാത്റൂമും ഇവിടെയും ലഭ്യമാണ്. ഇനി വീടിൻ്റെ അവസാനത്തേതും 4ാമത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു സ്പേസിലാണ് അത് വരുന്നത്. ഇത് ഏകദേശം 120 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കും ഇവിടെയും നമുക്ക് കാണാം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. വിശാലമായൊരു ബാൽക്കണി ഇവിടെ കാണാൻ കഴിയും. പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന നല്ലൊരു ഗ്രാമാന്തരീക്ഷം ലഭിക്കുന്ന രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നേരെ കാണുന്ന വീട്ടിലും ആൾ താമസമായിട്ടുള്ള വീട് തന്നെയാണ്. ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോവേണ്ടത്. അതിനു മുന്നേ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 6 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 63 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.